അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വജ്ജഹത്തു അല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ ഫർള് നിസ്കാരങ്ങളിലും മറ്റു നിസ്കാരങ്ങളിലുമൊക്കെ തുടക്കത്തിൽ നിയത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ശേഷം അഊദുവിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നാം പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണത്. വളരെയധികം ശ്രേഷ്ഠതയുള്ള സുന്നത്താക്കപ്പെട്ട ഒരു പ്രാർത്ഥന. പലരും ചോദിച്ചിരുന്നു, ഗൾഫ് നാടുകളിലെ പല ഇമാമിങ്ങളും അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ചെറിയ ഒരു ഗ്യാപ്പിനുള്ളിൽ പെട്ടെന്ന് ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നത് കാണാം. ഇവർക്ക് വജ്ജഹത്തു ഓതാനുള്ള സമയമൊന്നും കിട്ടുന്നില്ലല്ലോ. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, പ്രാരംഭ പ്രാർത്ഥനയായി നാം പഠിച്ചു വച്ച വജ്ജഹത്തു വജഹിയ എന്ന് തുടങ്ങിയ ഒരു നീണ്ട പ്രാർത്ഥന മാത്രമല്ല ഹദീസിൽ വന്നിട്ടുള്ളത്. പല മദ്ഹബുകളിലും പല പ്രാർത്ഥനകളാണ് പ്രാരംഭ പ്രാർത്ഥനയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ മദ്ഹബായ ഷാഫിഈ മദ്ഹബിൽ വജ്ജഹത്തു വജഹിയ എന്ന ആ നീണ്ട പ്രാർത്ഥനയാണ്. മറ്റു പല മദ്ഹബുകളിലും, പ്രത്യേകിച്ചും ഇവിടെ അംഗീകരിക്കുന്ന ഹംബലി മദ്ഹബിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്നു പറയുന്ന ഒരു പ്രാർത്ഥനയാണ് സാധാരണയായി പ്രാരംഭ പ്രാർത്ഥനയായി ഉപയോഗിക്കാറുള്ളത്. അതിലും കുറച്ചുകൊണ്ട് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്നു മാത്രം പ്രാർത്ഥിക്കുന്നതും കാണാം. അതും ഹദീസിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയ ഇമാമ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് ചൊല്ലാൻ വളരെ കുറഞ്ഞ സമയമല്ലേ വേണ്ടൂ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് അധികവും നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത്, അല്ലാതെ പ്രാരംഭ പ്രാർത്ഥന ഒഴിവാക്കുന്നതല്ല. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങളിൽ, പ്രത്യേകിച്ച് തറാവീഹ് പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ അധിക ആളുകളും പ്രാരംഭ പ്രാർത്ഥന ഒഴിവാക്കുന്നത് കാണാം. വളരെ ശ്രേഷ്ഠതയുള്ള ഈ പ്രാർത്ഥന ഒഴിവാക്കുന്നത് കാണാം. പക്ഷെ അത് ഒരു അബദ്ധമാണ്. ഇത്ര നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള സമയമില്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ഏതൊരു മനുഷ്യനും വളരെ ഈസിയായി പറയാവുന്ന 2-3 കലിമത്തുകൾ, അത് പറഞ്ഞുകൊണ്ട് പ്രാരംഭ പ്രാർത്ഥനയുടെ പുണ്യം നേടിയെടുക്കാൻ നാം എല്ലാവരും ശ്രമിക്കണം. പ്രത്യേകിച്ചും തറാവിഹൊക്കെ കുറച്ച് വേഗത്തിൽ നിസ്കരിക്കുമ്പോൾ പ്രാരംഭ പ്രാർത്ഥനയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് മഹാനായിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് ഞാൻ വായിക്കാം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അന്ന റജുലൻ ജഅ ഫദഖല സഫ, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി സഫിലേക്ക് പ്രവേശിച്ചു. അതായത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫഖാല അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് എന്ന കലിമത്ത് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു. വേഗത്തിൽ വന്നുകൊണ്ട് നിസ്കരിക്കാൻ കയറി ഒരു കിതപ്പ്, ആ കിതപ്പിനിടയിലൂടെ അദ്ദേഹം പ്രാരംഭ പ്രാർത്ഥന പറഞ്ഞപ്പോൾ അതങ്ങോട്ട് ശബ്ദം കൂടിപ്പോയി. ഇമാമായി നിസ്കരിച്ചിരുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ അത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞ സമയത്ത് ചോദിച്ചു, അയ്യുക്കും അൽ മുതക്കല്ലിമു ബിൽ കലിമാത്തി, നിങ്ങളിൽ ആരാണ് ഈ പറയപ്പെട്ട കലിമത്തുകൾ ഉച്ചരിച്ചത്? ആളുകൾ പേടിച്ചു. കാരണം ശബ്ദത്തിൽ ദുആഉൽ ഇഫ്തിതാഹ് പറഞ്ഞതുകൊണ്ട് എന്നെ ശകാരിക്കാൻ വേണ്ടിയാണോ പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് മറുപടി പറഞ്ഞില്ല. ആ സമയത്ത് പുണ്യ റസൂൽ വീണ്ടും ആവർത്തിച്ചു, അയ്യുക്കും അൽ മുതക്കല്ലിമു ബിഹാ ഫഇന്നഹു ലം യഖുൽ ബഅസൻ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയൂ, ആരാണ് സംസാരിച്ചത്? ഫഖാല റജുലുൻ, ആ സമയത്ത് ഒരു മനുഷ്യൻ പറഞ്ഞു, ജിഅ്തു വഖദ് ഹഫസനി നഫസു ഫഖുൽതുഹ, ഞാൻ വേഗത്തിൽ വന്ന് കയറിയപ്പോൾ എനിക്ക് ശ്വാസത്തിന് ചെറിയൊരു കിതപ്പ് വന്നു, അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന പറഞ്ഞപ്പോൾ ശബ്ദത്തിലായി പോയതാണ് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ലഖദ് റഅയ്തു 12 മലക്കൻ യബ്തദിറൂനഹ അയ്യുഹും യർഫഉഹ, 12 മലക്കുകൾ ആ പ്രാർത്ഥന ഞങ്ങളിൽ ആരാണ് അതിവേഗം അതിനെ പിടിച്ചെടുക്കുന്നത്, അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത് എന്ന് മത്സരിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയെ സ്വീകരിക്കാൻ വേണ്ടി മത്സരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന്. അതായത് ആ കലിമത്തുകൾ അത്രമേൽ പുണ്യമാണ്, പ്രാരംഭ പ്രാർത്ഥന അത്രമേൽ പുണ്യമാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് മഹാനായിരിക്കുന്ന ഹദീസ് മുഫസ്സിറുകൾ പറയുന്നത് കാണാം. ഒരു ഹദീസിന്റെ ഭാഗത്ത് കാണാം, ഇദാ ജാഅ അഹദുകും ഫൽയംശി നഹ്വ മാ കാന യംശി ഫൽയുസല്ലി മാ അദ്റക വൽയഖ്ദി മാ സബഖ. ഇവിടെ അല്ലാഹുവിൻ്റെ റസൂല് സഹാബാക്കൾക്ക് ഒരു തഅലീം കൂടി കൊടുത്തു. അദ്ദേഹം കുറച്ച് സ്പീഡിൽ വന്നതുകൊണ്ടാണല്ലോ കിതച്ചത്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ നിസ്കരിക്കാൻ വരികയാണെങ്കിൽ ഫൽ യംഷി നഹ്വമാക്കാന യംഷി, അവൻ സാധാരണ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നടന്നു വരിക. ഫൽ യുസല്ലി മാ അദ്റക, അവനക്ക് കിട്ടിയത് എത്രയാണോ ആ നിസ്കാരം പൂർത്തിയാക്കുക. വലിയ ഖലിമാ സബഖ, അവനെ മുൻകഴിഞ്ഞു പോയത്, അവനക്ക് നഷ്ടപ്പെട്ടതിനെ അവൻ പൂർത്തിയാക്കുകയും ചെയ്യുക. അത് ചെയ്താൽ മതി. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്നാണെങ്കിലും റോട്ടിലാണെങ്കിലും ഓടി അതിവേഗം പോകാൻ പാടില്ല എന്ന ഒരു പാഠം കൂടി ഈ ഹദീസിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് പുണ്യ റസൂൽ പറഞ്ഞതായി മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, വളരെയധികം പുണ്യമുള്ളതാണ് പ്രാരംഭ പ്രാർത്ഥന. തറാവീഹ് പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ അത് ഒഴിവാക്കരുത്. ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്നെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.